7-ാം ദിവസം കുമരകം. ഞാൻ രാവിലെ തന്നെ ഒന്ന് നടക്കാനിറങ്ങി. പച്ചപ്പും ഹരിതാഭയും കായലും കെട്ടുകുളങ്ങളും ഒക്കെ കണ്ടു നടക്കുന്ന ഒരു പ്രത്യേക സുഖമാണ്. പണ്ടേ ഞാനൊരു പ്രകൃതിയോടെയാണ്. രാവിലത്തെ ഈ ഗോൾഡൻ ഹവറിൽ എങ്ങോട്ട് തിരിഞ്ഞാലും ഒരു ഫോട്ടോഗ്രാഫിക് ഫ്രെയിമായി തോന്നും. എന്തായാലും നമ്മുടെ നാടിൻ്റെ ലാൻഡ്സ്കേപ്പും ഭംഗിയൊന്നും എത്ര അനുഭവിച്ചാലും മതിയാവില്ല. ഈ ഭാഗത്തൊക്കെ ചെത്തുണ്ട്. ചെത്തി ഇറക്കിയ കള്ളു കുടിച്ചത് എപ്പോഴാണെന്ന് ഓർമ്മയില്ല. എന്തായാലും ആ കൊതി ഇപ്പോഴും ബാക്കി കിടപ്പുണ്ട്. നടന്നു കഴിഞ്ഞ് ഒരു ചായ, അത് നിർബന്ധമാണ്. ചൂട് ചായ 2 മിനിറ്റ് കൊണ്ട് കുടിച്ചു തീർത്ത് ഒരു കൂട് പാലും വാങ്ങി ഞാൻ ദേ തിരികെ വീട്ടിലേക്ക്. എൻ്റെ ചായ കൂടി കാരണം വീട്ടിൽ പാല് പെട്ടെന്ന് തീരുന്നതിൽ എനിക്ക് അതിശയമൊന്നുമില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നേരെ കോട്ടയം ലുലു മാളിലേക്ക് വന്നു. എടപ്പള്ളി ലുലുവിനേക്കാൾ താരതമ്യേന ചെറിയൊരു ബിൽഡിംഗാണ്. എന്തായാലും കൊള്ളാം. വിശപ്പിൻ്റെ വിളി വന്നതോടെ കോക്കോയിലേക്ക് വെച്ച് പിടിച്ചു. കോക്കോ കോട്ടയം കമ്പനി, അതാണ് മുഴുവൻ പേര്. 150 വർഷം പഴക്കമുള്ള ഒരു റെസിഡൻസ് റിനോവേറ്റ് ചെയ്ത് റെസ്റ്റോറൻ്റ് ആക്കി മാറ്റിയിരിക്കുന്നു. നല്ല കിടില ആംബിയൻസ്. കുറച്ച് കഴിഞ്ഞ് ഹാരിന് ഓടി തുടങ്ങിയതോടെ കൂടുതൽ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എന്തായാലും ഫുഡ് കൊള്ളാം. വൈകിട്ട് നേരെ ബീവറേജിലേക്ക് വെച്ച് പിടിച്ചു. കുറേ വർഷങ്ങളായി ബീവറേജിൽ പോയിട്ട്. ഇവിടെ ഈ ക്യൂ നിന്ന് വാങ്ങുന്ന സുഖം UK കിട്ടും. എന്തായാലും സോഷ്യൽ സ്റ്റിഗ്മയും ജെൻഡർ ബയസും ഒക്കെ മാറ്റിവെച്ച് സ്ത്രീകൾ ബെവ്കോയിൽ വർക്ക് ചെയ്യുന്നത് കേരളത്തിൻ്റെ ഒരു പ്രോഗ്രസീവായ മാറ്റങ്ങളിലൊന്നാണ്. കുപ്പി പൊട്ടിച്ചു. പിന്നെ അറിയാലോ, വീഡിയോ ഒക്കെ പാതി വഴിയായി. അപ്പോൾ ശരി, ഓടിസ്ലാമ്പി.